നഗരസഭ ഓഫീസ് സാധാരണയായി പരാതികളും കാത്തിരിപ്പും മാത്രം ഓർമ്മ വരുന്ന ഇടം. എന്നാൽ ഇനി തളിപ്പറമ്പ് നഗരസഭയ്ക്ക് ഒരു പുതിയ മുഖമുണ്ട്. കരുതലിന്റെയും സ്നേഹത്തിന്റെയും ആതിഥ്യ മര്യാദയുടെയും മുഖം. സംസ്ഥാനത്ത് ആദ്യമായി നഗരസഭയിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്ന പൊതുജനങ്ങളെ സ്വീകരിക്കാൻ മധുരപാനീയങ്ങൾ നൽകുന്ന ആതിഥ്യ മധുരം പദ്ധതിക്ക് തുടക്കമായി. ഇന്ന് ന്യൂ ഇയർ ആണ്. ലോകത്തുള്ള എല്ലാ ആളുകളെയും പോലെ ഞങ്ങൾക്കും സന്തോഷമുണ്ട്, മധുരമുള്ള ദിവസമാണ്. പക്ഷേ തളിപ്പറമ്പ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുണ്ട്. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ യഥാർത്ഥ ഉടമകളായ ജനസേവകരുടെ ഏറ്റവും വലിയ ഉടമസ്ഥരായ തളിപ്പറമ്പിലെ പൊതുജനങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ ഒരു സ്റ്റാഫ് ഉണ്ടാവും. അത് അവരെ മധുരം നൽകി സ്വീകരിക്കും. ആ മധുരത്തിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ആതിഥ്യ മധുരം എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തി അവരെ ആ ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് ആനയിച്ച് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നൽകുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത് വിജയിക്കേണ്ടതുണ്ട്. അങ്ങനെ വിജയിച്ചാൽ കേരളത്തിന് മാതൃകയാകുന്ന ഒരു ഓഫീസായി ഇത് മാറും എന്ന് തീർച്ചയുണ്ട്. ഇവിടെ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത്, സഹകൗൺസിലർമാരായ ബഷീർ, നസീറൊക്കെയാണുണ്ട്. ഞങ്ങൾ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രവർത്തനമൊക്കെ നടന്നിരിക്കുന്നത്. രാവിലെ കക്ഷി നേതാക്കളായ ടി ബാലകൃഷ്ണൻ, ജയ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുത്തത്. ഇന്ന് കേക്ക് മുറി ഉണ്ടായിരുന്നു. അതിനുശേഷം പായസം കൊടുത്ത് ഞങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് നഗരസഭയിലെത്തുന്ന ജനങ്ങൾക്ക് മധുരപാനീയങ്ങൾ നൽകി സ്വീകരിക്കുന്ന പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നഗരസഭ തുടക്കമിടുന്നത്. പുതിയ നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. സുബൈർ ആദ്യ കൗൺസിൽ യോഗത്തിൽ പ്രഖ്യാപിച്ച ജനോപകാരപ്രദമായ പദ്ധതികളിലൊന്നാണ് ആതിഥ്യ മധുരം. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് സംബന്ധിച്ച ആശങ്കയൊഴികെ മറ്റ് കൗൺസിലർമാർ ഒന്നടങ്കം ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിരുന്നു. വളരെ മനുഷ്യത്വപരമായ ഒരു പദ്ധതിക്ക് നഗരസഭാ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തി പദ്ധതി നടപ്പിലാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചതോടെ പുതുവത്സര ദിനത്തിൽ പദ്ധതി തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യ ദിനം പായസമാണ് വിതരണം ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മധുരപാനീയങ്ങൾ മാറി മാറി വിതരണം ചെയ്യാനാണ് തീരുമാനം. മധുരം നൽകി സ്വീകരിക്കുന്നതോടൊപ്പം എത്തുന്നവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സഹായം നൽകുന്നതിന് ഒരു സ്റ്റാഫിനെ നിയമിക്കാനും തീരുമാനമുണ്ട്. ജനുവരി 1 പുതുവത്സര ദിനത്തിൽ നഗരസഭാ സൂപ്രണ്ട് അനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ പി.കെ. സുബൈർ ആതിഥ്യ മധുരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ.പി. സുബൈർ പുതുവത്സര സന്ദേശം നൽകി. തളിപ്പറമ്പ് നഗരസഭയിൽ ഭരണപരിഷ്കാരത്തിന്റെ പുതിയ കാറ്റ് വീശുകയാണ്. വെറും വാക്കിലല്ല, പ്രവൃത്തിയിൽ തന്നെ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയർപേഴ്സൺ പി.കെ. സുബൈറും ഭരണസമിതിയും. നഗരസഭയുടെ ആദ്യ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്ന വിപ്ലവകരമായ തീരുമാനങ്ങൾ പരക്കെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇത്തരം തീരുമാനങ്ങൾ ഭരണകൂടത്തിന് വലിയൊരു ഇമേജ് മേക്ക് ഓവർ നൽകുമെന്നാണ് അഭിപ്രായമുയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രഥമ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ പി.കെ. സുബൈർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ദൂരക്കാഴ്ചയുള്ളൊരു നേതൃത്വത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നതെന്നാണ് അഭിപ്രായമുയരുന്നത്. ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതിലും കാണിച്ച കർക്കശ നിലപാട് മാതൃകാപരമായ ഒരു തുടക്കം നൽകിയിരിക്കുകയാണ്. ഓരോ കൗൺസിലറും വാർഡിന്റെ ചെയർമാനാകണമെന്ന ആശയം ചെയർപേഴ്സൺ മുന്നോട്ട് വച്ചിരുന്നു. തളിപ്പറമ്പിന്റെ സമഗ്ര വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ചെയർപേഴ്സൺ യോഗത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരിലെ കൃത്യനിഷ്ഠതയും ഭരണത്തിലെ സുതാര്യതയും ഉൾപ്പെടെ ജനകീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചതിലൂടെ തളിപ്പറമ്പ് വീണ്ടും മാതൃകയാവുകയാണ്. ചടങ്ങിൽ ടി ബാലകൃഷ്ണൻ, പുല്ലായിക്കൊടി ചന്ദ്രൻ, യശോദ, മറ്റു കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.